അതെ, നല്ല നാടൻ കുരുമുളകില് നല്ല മസാല ചേർത്ത് തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്ത ലിവർ കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമുക്ക് ചടപടയും തുടങ്ങിയാലോ? ഏട്ടനാണ് ട്ടോ എന്നോട് പറഞ്ഞത് നല്ലൊരു ലിവർ കറി ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാ നല്ലപോലെ കഴുകി എടുത്തിരിക്കുന്ന ലിവർ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. ഒറ്റ വിസിൽ മതിയാവും കേട്ടോ, അപ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടും. ഇതാ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ലിവർ അരിഞ്ഞെടുക്കുമ്പോൾ ഞാൻ ദാ കുറച്ച് നീളത്തിൽ ഫിംഗർ ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ദാ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 പീസ് ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ചതച്ചിട്ടാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു പിഞ്ചളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു തവി അളവിൽ വിനെഗർ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് സോഫ്റ്റ് ആവാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ ഇതാ ഇതുപോലെ അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ മസാലയുടെ പാകം. ആ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 2 സവാള കനം കുറച്ച് അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി ചതച്ചതും, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, പിന്നെ 4-5 പച്ചമുളക് ചീന്തിയതും, കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ദാ ഇപ്പൊ ഇതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിലധികം കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. മസാലയുടെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വേവിച്ചരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ലിവർ പീസസ് ഓരോന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലിവർ പീസസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിലൊന്നും ഇളക്കരുത് കേട്ടോ, പൊടിഞ്ഞു പോകും. വളരെ ലൈറ്റായിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഒന്ന് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് മെല്ലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ദാ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം തേങ്ങയുടെ കട്ടിയുള്ള 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിള വരുമ്പോ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ദാ നോക്കിയേ, നമ്മുടെ ലിവർ പെപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ നല്ല കറക്റ്റ് പാകം. ഇതുപോലെ നല്ല കുറുകിയിരിക്കണം. നല്ല ഗ്രീൻ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടെക്സ്ചർ നമ്മുടെ കറിക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.